ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോപിനായി. ഞാൻ അഭിജിത്ത്. അപ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. നമ്മുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ട് കുറേ നാളായിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ട്, ആരെങ്കിലും കാണാറുണ്ടെന്ന് അറിയില്ല. പിന്നെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൽബിനോ ഗാറും അതേപോലെ തന്നെ പീക്കോ ബാസും അതിന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടാവും. സോ ഈ മോൺസ്റ്റർ ടാങ്ക് ഇപ്പം എം ടി ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ഗോൾഡ് വിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ടാങ്ക് ഇങ്ങനെ എം ടി ആയി എടുക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഏത് ഫിഷിനെ ഇടുന്നത് കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഫിഷ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതിനെടുക്കാനാണ് പോകുന്നത്. കൊച്ചി പള്ളുരുത്തിലാണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി അവിടെയുള്ള മോൺസ്റ്റർ ഫിഷിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വെറൈറ്റി ഐറ്റംസ് ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് കൊച്ചിക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് പള്ളുരുത്തിയിലെ നമ്മുടെ ജോബ് ചേട്ടൻ്റെ വീട്. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു വലിയ അക്വേറിയത്തിൽ ഒരുപാട് ലെപ്പേർഡ്സ് അനഗിൾസ് കിടക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ ആയിട്ടാണ് ഇവന്മാരിങ്ങനെ കിടക്കുന്നതാണ്. നല്ല ഭംഗിയായിരുന്നു. ഈ അക്വേറിയത്തിന് താഴെയായിട്ട് നമുക്ക് ഉറു സിക്ലിഡ്സിനെ അതേപോലെ ഡോളർ ഫിഷിനെയും കാണാൻ പറ്റും കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിക്ലിഡിനെ. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പീക്കോ ബാസിനെ ഇവിടെ മാറ്റിയിട്ടാണ് കണ്ടത്. പുള്ളിക്കാരൻ ബ്ലൈൻഡ് ആണ്, അതുകൊണ്ട് കടി കൂടാതിരിക്കാൻ അങ്ങോട്ട് മാറ്റിയിട്ടാണ്. പിന്നെ ഈ ഒരു ടാങ്കില് മൊത്തം നമ്മുടെ ആൽബിനോ ക്ലൗൺ ഫിഷും അതേപോലെ തന്നെ ആൽബിനോ അരോവാണയാണ് എടുക്കുന്നത്. അപ്പൊ ഈ ടാങ്ക് ആവശ്യമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചുതരാം. ഇത് ഓൾ കേരള ഡെലിവറി ഉള്ളതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ കൂടെ എല്ലാ ഫിൽട്ടർ മാത്രം വരുന്നില്ല, ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്താൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോ ഒരു 4000 ലിറ്ററിന്റെ ടാങ്കാണ്. 12K ആണ് റേറ്റ് വന്നേക്കണേ. 500 GSM ആണ് ഫോൺ ലൈനർ വന്നിരിക്കുന്നത് കേട്ടോ. ഔട്ട്ലെറ്റ് കണ്ടില്ലേ, ഇതൊക്കെ വാൽവ് അടക്കം കൂടെ വരുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഒരു പട്ടിക്കൂട്ടില് ഫുൾ പീക്കോ ബാസ് എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ പിനിമ പീക്കോ ബാസ് ആണ്. എന്റെ കയ്യിൽ ഉണ്ടാകുന്ന പീക്കോ ബാസ് ആണ് കേട്ടോ. നമ്മളതിനെ വിറ്റു. അപ്പൊ ഈ ഒരു പീക്കോ ബാസ് പുള്ളി ട്രെയിൻ ചെയ്തേക്കുന്ന പെല്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെല്ലറ്റ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൂമിങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും സെയിലിന് റെഡി ആവും. എത്ര ഇഞ്ച് ആവുമ്പോഴാണ്? 5 ഇഞ്ച് പ്ലസ് 5 ഇഞ്ച് പ്ലസ് ആ റേഞ്ച് ആവുമ്പോഴാണ് സെയിൽ ചെയ്യണം. ഞാൻ എന്തായാലും മാർക്കറ്റ് റേറ്റ് നോക്കി എപ്പോഴും അതിന്റെ താഴെ ഇടുള്ളൂ. അടുത്ത ഫിഷ് നമ്മൾ കണ്ടത് മൈക്രോ പെൽറ്റ്സ് ആണ്. ഇല്ല, ഇതൊക്കെ ഇപ്പൊ അതിനകത്ത് വലുതുങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു 5 ഇതിനകത്ത് 6 ഇഞ്ച് പ്ലസ് ഉള്ള എല്ലാം 700 to 750 ആ റേഞ്ചിലാണ് വരുന്നത്. ഫുള്ള് മറ്റേ കണ്ടീഷൻ പീസാണ്. കണ്ടോ, വയറൊക്കെ കണ്ടോ. ഇന്ന് ഫുഡ് കൊടുത്തോളൂ. ഇതിന് ചെമ്മീനോ? പെല്ലറ്റ് ഇല്ല, ചെമ്മീനും ഹാർട്ടും. നല്ല ചെമ്മീൻ കൊടുക്കുക. ചെന്നയല്ലേ? ചെന്ന നല്ല പെറ്റ് പോലെ വളർത്താല്ലേ? അതെ അതെ. ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് വരുന്ന പീസുകളാണ്. 6 ഇല്ല, 5.5 എന്നാണ് പറയുന്നത്. ഈ ഇതൊക്കെ സ്ട്രൈപ്പൊക്കെ മാറി ഗോൾഡൻ ആവും. ഇതിപ്പോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടോണ്ടാ, ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അക്വേറിയത്തിലിട്ടാലേ കിട്ടുള്ളൂ. ചാടിപ്പോവാണ്ട് മാത്രം നോക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ചാടിവിടാം. ഞാൻ വരണ സമയത്ത് പുള്ളിക്കാരൻ പുറത്തേക്ക് ധൃതി വെച്ച് പോവായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ കിടക്കുന്ന പീക്കോ ബാസിന്റെ പെയറ് മുട്ടയിട്ട് വെച്ചേക്കാണ് അക്വേറിയത്തില്. ഇത് കണ്ട, ഫീമെയിൽ അതിനെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മുട്ട എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ മെത്തലീൻ ബ്ലൂ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോണ സമയത്തായിരുന്നു ഞാൻ വന്നു കയറിയത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പീക്കോ ബാസ് ഇങ്ങനെ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഒരു ടൈലോ ഓടോ ഒന്നും വെക്കാണ്ടാണ് ഈ അക്വേറിയത്തിന്റെ ഗ്ലാസ്സിൽ ഇവരിങ്ങനെ മുട്ടയിട്ട് വെച്ചാണ്. പിന്നെ നമ്മൾ കയറി ചെന്ന റൂമിലായിരുന്നു കുറച്ചധികം വെറൈറ്റി മോൺസ്റ്റർ ഫിഷസ് കിടക്കുന്നത്. അവിടെ ഫ്രണ്ടിൽ കിടപ്പില്ലേ, അതിൻ്റെ ഒപ്പം മറ്റേ ഫിഷിന്റെ അടുത്ത ബാച്ചിൽ കുഞ്ഞുങ്ങളാണ്. കണ്ടില്ല, അവന്മാര് കേടക്കണ നമുക്ക് അറിയില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൂ ഈ ബാച്ച്. ഇത് 24K അല്ലേ? 24K. ഫുൾ നെയിം എന്താ?
എടാ മറ്റേ ക്രോസ് ബാക്ക് Cross back. അതിൽ ഹൈ ബാക്കും വേണോ അതിൽ? ഇല്ല ക്രോസ് ബാക്ക് ചെമ്മീനൊക്കെ അതേതാ? ടൊറാഡോ, ഗോൾഡൻ ടൊറാഡോ. അത് ഗോൾഡൻ ടൊറാഡോ. ഗോൾഡൻ ടൊറാഡോ. ബാസ് ബാസ് ഒരെണ്ണം മറ്റേ അടിയിലിരിക്കുന്ന റോയൽ 6 ആണ്. അത് അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ സൈഡിലുള്ളതും റെയറാണ്. ഫോഗോ എന്ന് പറയുന്ന ടൈപ്പ്. പുള്ളി കുത്ത് വരുന്നത്. ഫുള്ള് റെഡ് ആവും. ഫോഗോ ഫുൾ റെഡ് ആവും ഒരു വിധം. ഞാൻ കുറേ പീസ് ഉണ്ടായിരുന്നു, അതൊക്കെ സെയിൽ ചെയ്ത് കളഞ്ഞു. ഇത് അടുത്ത ബാച്ച്. പിന്നെ അത് സ്പൈഡർ കെൽബിയാണ്. ഇവരെ കൊണ്ട് നമുക്ക് ശല്യമൊന്നുമില്ല. പിന്നെ നമ്മളെ അതിൻ്റെ 1 ഇഞ്ച് കുഞ്ഞിന് തന്നെ 10,900 രൂപയുണ്ട്. പിന്നെ ഇവന്മാരുടെ ബാർസും ഇതൊക്കെ അനുസരിച്ചിട്ട് ഇവന്മാരുടെ റേറ്റ് തന്നെ കേട്ടോ. ബാർ എത്ര ക്ലിയർ ആണ്, എത്ര അൺബ്രോക്കൺ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എത്ര ബാർസ് വരുന്നുണ്ട് അങ്ങനെയാണ്. ആൽബിനോ ഹെക്കിലി റെഡ് ഫ്ലാഗ് ടെയിൽസ്. പിന്നെ ഇതിനകത്ത് ഒരു ഗോൾഡൻ ടൊറാഡോ ഉണ്ട്. അത് സെനകളാണ്, ലെപ്രാഡി സെനകളാണ്. കിട്ടാൻ ചാൻസ് കുറവാണ്. ലെപ്രാഡി സെനകൾ. കഴിക്കണോ അത് മോൺസ്റ്റർ തന്നെ. ഭയങ്കര മോൺസ്റ്റർ ഫിഷാണ്. ആളെ ടെററാണ്. ആളെ ശരിക്കും അമ്മ വരുന്നേ പറഞ്ഞു. ഗോൾഡൻ ടൊറാഡോ. കണ്ടോ അത് ഫീഡ് എടുക്കുന്നുണ്ടോ? അത് വില്ലൻ്റെ നൈസായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രൈനൊന്നും ചെയ്യാൻ പറ്റൂല ശരിക്കും. ഭയങ്കര പാടാ. ഇതൊരു ഹൈബ്രിഡാണ്. നെല്ലിച്ചെറിയും ലെപ്രാഡി ഹൈബ്രിഡ് സെനകളാണ്. അതെ പോണ്ടുണ്ട്. കെൽബിരിയാണ്. അപ്പൊ ഫിഷിനെ കണ്ടിട്ട് നമ്മൾ വന്ന കാര്യം മറന്നുപോയെന്ന് വിചാരിക്കണ്ട. അപ്പൊ നമ്മൾ എടുക്കാൻ പോവാണ് നമ്മുടെ ഫിഷിനെ. അപ്പൊ ഈ ടാങ്കിലാണ് അവർ കിടക്കുന്നത് കേട്ടോ. ഇതിലേറ്റവും ചെറിയതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കാൻ പോണ ഫിഷിന്റെ പേര് പ്ലാറ്റിനം റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പോ നമുക്ക് ആദ്യം ഈ ഫിൽറ്റർ ഒക്കെ എടുത്ത് മാറ്റണം, എന്നാലാണ് ഈ വല ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം നമ്മുടെ കവറിൽ നിറച്ചേക്കാണ്. അതിനുശേഷം അവനെ നൈസായിട്ട് പിടിച്ച് ഇടാൻ പോവാണ് കേട്ടോ. നല്ല സൈസ് വെക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിപ്പോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ഡയറക്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ എടുത്ത സൈസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 8 മുതൽ 9 ഇഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതിനെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകാൻ പോവാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് തോന്നാത്തടാ. പിന്നെ അപ്പൊ ഫിഷിനൊക്കെ പാക്ക് ചെയ്ത് ഇതിന്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പോകാൻ പോകുന്നത്. വേഗം എത്തണം. പള്ളുരുത്തിന്ന് ചാലക്കുടി എത്താന്ന് പറയുന്നത് കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു ഈവനിങ് ടൈം ആയിപ്പോഴും. എനിവേ വീട്ടില് അധികം നേരം വയ്യാണ്ട് എത്തി. അപ്പോഴാണ് നമ്മുടെ പിക്കപ്പ് വന്നതാണ്. ആ പിക്കപ്പിന് ഒരു തലയെടുത്ത് കൊടുത്തുട്ടാ. നേരെ കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഒട്ടുപൂച്ച അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ബിസ്ക്കറ്റ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരാളെ കാണിച്ചു തരാം. പുള്ളിക്കാരൻ പുള്ളിക്കാരി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേജിൽ കിടക്കണ പുതിയ കൊനൂറാണ്. ഇത് ക്രിംസൺ ബെല്ലിൽ കൊനൂറിന്റെ ഒരു ചിക്കൻ കേട്ടോ. അപ്പോ ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ അവനവിടെ കിടക്കട്ടെ. നമുക്ക് പോയി ഒട്ടുപൂച്ചയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒന്നിനും സമ്മതിക്കില്ല. അപ്പൊ
പൊട്ടുപൂച്ചറ ബിസ്ക്കറ്റ് കൊടുപ്പും പരിപാടി കഴിഞ്ഞ് ഇത് നമ്മള് പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ അക്വേറിയത്തിൽ ഇട്ട് വെക്കാൻ പോവാണ്. 15 മിനിറ്റ് കറക്റ്റ് നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ടാങ്കിന്റെയും അതുപോലെ ഇപ്പൊ കിടക്കണ ആ വെള്ളത്തിന്റെയും ടെമ്പറേച്ചർ സെറ്റ് ആവണം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മൊത്തം ഫിഷിനെ പുറത്തിറക്കിയിട്ട് കവറിലുള്ള വെള്ളം മാറ്റി കളഞ്ഞിട്ട് ഫിഷിനെ മാത്രമായിരിക്കും അക്വേറിയത്തിലേക്ക് ഇടാൻ പോവുക. അപ്പൊ നിങ്ങളിപ്പോ നോക്കിയാൽ കാണാൻ പറ്റും, ഇവൻ തിന്ന ചെമ്മീന്റെ അവശിഷ്ടങ്ങളാണ് ഈ കവറിൽ എടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്ക് സ്ട്രെസ് ആയാലും പുള്ളി വൊമിറ്റ് ചെയ്യും. ഇത് പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഫീഡ് കൊടുക്കാണ്ടാണ് നമ്മൾ ഇതിനെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചത്. അപ്പൊ ഈ ഒരു പാത്രത്തിലാണ് ഇവനെ ഇടാൻ നോക്കുന്നത്. എനിക്ക് വേറെ ഉദ്ദേശം കൂടി ഉണ്ട്, ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുക്കാനുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. ക്യാറ്റ് ഫിഷ് ആയതുകൊണ്ട് എനിക്ക് അധികം പേടിയില്ല. ബാസും ഗാറിനെയൊക്കെ ഇതേപോലെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ്. ഇതുപോലെ പാത്രത്തിലൊന്നും മര്യാദയ്ക്ക് എടുക്കുന്ന ഒരു നിർബന്ധമില്ല. നമ്മുടെ ആൽബിനോ ഗാറിനെയും പിക്കോ ബാസിനെയും കൊണ്ടുപോയ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലുണ്ട്, കയറി കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏകദേശം 9 ഇഞ്ചിന്റെ അടുത്തുണ്ട് അവന്റെ സൈസ്. അപ്പോ അധികം സ്ട്രെസ് എടുപ്പിക്കണ്ട, നേരെ അവനെ കൊണ്ട് അക്വേറിയത്തിലിടാം. ഒരു കാര്യം പറയാൻ മറന്നു, ഈ അക്വേറിയത്തില് ഞാൻ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഗോൾഡ് ഫിഷിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇവൻ അതിനെ കഴിക്കില്ല എന്നാണ്. കാരണം അധികം സൈസും അത്ര അഗ്രസീവ്നെസ്സും പുള്ളിക്കാരെ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ക്യാറ്റ് ഫിഷ്? നിങ്ങൾക്ക് ഇഷ്ടമായ? അപ്പോൾ ഇതേപോലത്തെ ക്യാറ്റ് ഫിഷ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെയിൽ അയച്ചാൽ മതി, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കയറി ഫോളോ ചെയ്തോളൂ. അപ്പോൾ അതിൽ ഇതിൻ്റെ റീലും കാര്യങ്ങളും അതുപോലെ വേറെ ഫിഷിൻ്റെയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.